നമസ്തേ. ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം, തീർത്ഥം എങ്ങനെ സ്വീകരിക്കാം. പലരും ചോദിക്കുന്ന കാര്യമാണിത്. പലരും പല രീതിയിലാണ് തീർത്ഥവും ചന്ദനവും പ്രസാദവുമൊക്കെ അമ്പലത്തിൽ നിന്ന് വഴിപാട് പ്രസാദമൊക്കെ സ്വീകരിക്കുന്നത്. നമുക്കത് സന്തോഷത്തോടുകൂടെ കൈനീട്ടി സ്വീകരിക്കാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. നമ്മുടെ മനസ്സിൻ്റെ എളിമയനുസരിച്ച്, സന്തോഷമനുസരിച്ച് വളരെ ഇഷ്ടത്തോടു കൂടി നമുക്കത് രണ്ട് കൈയും നീട്ടിയൊക്കെ സ്വീകരിക്കാം. തീർത്ഥം തരുമ്പോൾ ചിലർ കൈ 5 വിരലും നീട്ടി സ്വീകരിക്കുന്ന രീതികളുണ്ട്. അതിലും തെറ്റൊന്നുമില്ല. അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. അതിലൊരു മോശമായ രീതിയും ആരും അങ്ങനെ പറയുന്നുമില്ല. നമ്മുടെ അറിവനുസരിച്ച്, നമ്മുടെ സാഹചര്യം അനുസരിച്ച്, നമ്മൾ പഠിച്ച രീതി അനുസരിച്ചൊക്കെ അത് ചെയ്യാം. ആചാര്യന്മാർ സ്വീകരിക്കുന്ന രീതികൾ പലയിടത്തും കാണുന്നത് തള്ളവിരലിൻ്റെ തൊട്ടടുത്ത വിരലായ ചൂണ്ടുവിരൽ, അതിന് തള്ളവിരലിൻ്റെ കടയ്ക്കൽ കൊണ്ടുവന്ന്, അതായത് അഹങ്കാരമാകുന്ന ചൂണ്ടുവിരലിന് അഹങ്കാരമില്ലായ്മയെന്ന് കാണിക്കുന്ന രീതിയിൽ തള്ളവിരലിൻ്റെ പാദത്തിലേക്ക്, കാൽക്കലിലേക്ക് ചൂണ്ടുവിരലിനെ കൊണ്ടുവന്ന് മടക്കി ബാക്കി 3 വിരലും നിവർത്തി വെച്ച് ആ ഒരു രീതിയിലാണ് തീർത്ഥം സ്വീകരിക്കുന്നത്. എന്നിട്ട് ആ തീർത്ഥം വിരലിൽ കൂടി ഇറ്റിച്ചാണ് വായിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു രീതിയാണ് ആചാര്യന്മാർ പലയിടത്തും പറഞ്ഞിരിക്കുന്നത്. അതിലുദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നത്, നമ്മളത് ഡയറക്റ്റായിട്ട് കയ്യിൽ മേടിച്ച് 5 വിരലും നീട്ടി മേടിച്ച് വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉമിനീര് വായിൽ നിന്നും കയ്യിലേക്കാകാം, അത് അശുദ്ധിയിലേക്ക് പോകാം എന്നൊക്കെയുള്ളൊരു രീതി ആയിരിക്കണം എന്നാണ് പലയിടത്തും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത് ചന്ദനം മേടിക്കേണ്ടതുണ്ട്, പുഷ്പം മേടിക്കേണ്ടതുണ്ട്, വഴിപാട് പ്രസാദം മേടിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അതിന് ആ രീതിയിൽ ഇങ്ങനെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അഹങ്കാരമില്ലായ്മയുടെ രീതിയിൽ അഹങ്കാരം മറച്ചു വെച്ച്, അഹങ്കാരത്തെ മറന്ന്, അഹങ്കാരത്തെ പുറത്താക്കിയാണ് തീർത്ഥം മേടിച്ച് അടുത്ത പ്രസാദവും മേടിച്ച് ഈശ്വരൻ്റെ മുന്നിൽ നിന്ന്, അതായത് എല്ലാം ശാന്തമായിട്ട് എളിമയോടെ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയാണത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കാം. അതല്ലാതെ നമുക്ക് അറിയാത്ത, നമ്മൾക്കത് അതിനെക്കുറിച്ച് ആധികാരികമായി ബോധ്യമില്ലാത്ത നമുക്ക് ഒരു മുദ്രയും കാണിക്കാതെ അങ്ങനെ ശാന്തമായിട്ട് സ്വീകരിക്കുകയും ചെയ്യാം. കാരണം ചൂണ്ടുവിരലെന്ന് പറയുന്നത്, നമ്മളത് ചൂണ്ടുവിരൽ ചൂണ്ടി ഒരാളിനോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രീതി വേറെയാണ്. അപ്പോൾ അതൊരു അഹങ്കാരത്തിൻ്റെ ശാസനയുടെ രീതിയാകാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആചാര്യന്മാർ ആക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല രീതിയാണ്. അത് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. കയ്യിൽ മേടിച്ച് ആ ചൂണ്ടാണി വിരലിനെ തള്ളവിരലിലിട്ട് അതിൻ്റെ കടക്കൽ കൊണ്ടുവന്ന്, കാൽക്കൽ കൊണ്ടുവന്ന് മടക്കി ഒരു എളിമയോടുകൂടി അത് മേടിച്ച് വിരൽ തുമ്പിൽ കൂടി വേണം അത് ഇറ്റിക്കാനെന്ന്, ആ തീർത്ഥത്തിൻ്റെ ആ തുള്ളിയെ നാവിലേക്ക് പകരാനെന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു. നമുക്കതങ്ങനെ ചെയ്യാം. അത് നല്ലതാണ്. അടുത്ത് ചന്ദനം മേടിക്കുന്നു, അത് നമ്മുടെ നെറ്റിയിലേക്കാണ്. അവിടെ സർവ്വനാഡീ ഞരമ്പുകളുടെയും സംഗമസ്ഥാനം എന്നാണ് പറയുന്നത്. അതിന് മൊത്തം ഞരമ്പുകൾക്കും അത് തൊട്ടുന്നതിൻ്റെ ഒരു ഉത്തേജനം, ഒരു പകർന്ന് കിട്ടുന്നതിൻ്റെ ഒരു എനർജി അതിൽ കൂടി കിട്ടും എന്നാണ് അതും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമാണ് ഈ വക കാര്യങ്ങൾ. അത് നമ്മളതനുസരിച്ച് ചെയ്താൽ അതിന് കുറേ ആരോഗ്യപരമായ ഗുണങ്ങളതിലുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയും ചെയ്യാം. അതിനുശേഷം പുഷ്പം കിട്ടുന്നു, അങ്ങനെ നമ്മുടെ വഴിപാട് പ്രസാദം കിട്ടുന്നതൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ സ്വീകരിക്കാം. അതിലൊന്നും ഒരു തെറ്റില്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ആ ഒരു മാനസിക അവസ്ഥയിൽ സന്തോഷത്തോടെ ഈ പറയുന്ന തീർത്ഥവും പ്രസാദവും എല്ലാം സ്വീകരിക്കാം. അതിലൊന്നും ഒരു മോശമായ അവസ്ഥയുമില്ല. നന്ദി, നമസ്തേ.